എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ചട്നി പൗഡർ അതിൻ്റെ റെസിപ്പിയാണ് എടുത്തിരിക്കുന്നത്. അതായത് ദോശപ്പൊടി, ഇഡലിപ്പൊടി എന്നൊക്കെ പറയില്ലേ, ആ സംഭവം തന്നെ. നമുക്ക് ദോശയുടെ കൂടെയും ഇഡലിയുടെ കൂടെയും മസാല ദോശയുടെ കൂടെയും ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു ചട്നി പൗഡർ. ഇത് നമ്മൾക്ക് മാർക്കറ്റിൽ പല പേരിൽ പാലക്കാടൻ ചട്നി പൗഡർ എന്നൊക്കെ പറഞ്ഞ് മേടിക്കാൻ കിട്ടുന്നുണ്ട്. ഞാൻ അതൊക്കെ തന്നെയാണ് കേട്ടോ ഇതുവരെയൊക്കെ മേടിച്ചിരുന്നത്. പക്ഷെ ഇപ്പം ഞാൻ വിചാരിച്ചു എന്താ വീട്ടിലുണ്ടാക്കാം. എൻ്റെ വീട്ടിൽ പണ്ട് ചിറ്റ എപ്പോഴും ദോശയ്ക്കൊക്കെ ഈ തേങ്ങ അരച്ചിട്ടുള്ള ചട്നി ഇല്ലാത്ത സമയത്ത് എപ്പോഴും ഈ ചട്നി പൗഡറാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഒരു രുചി ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. ഇപ്പം നമ്മളതിൽ വെളിച്ചെണ്ണ മാത്രമേ ഒഴിച്ച് എടുക്കുള്ളൂ. പക്ഷെ അന്നൊക്കെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ടാണ് എൻ്റെ ഓർമ്മയിൽ. പക്ഷെ അതിൻ്റെ ഒരു രുചി ഈ വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചിട്ടുള്ള ചട്നിക്ക് ഇല്ലെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അപ്പം ഞാൻ ഇപ്പോൾ എങ്ങനെയാണ് ഈ ചട്നി പൗഡർ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇതിനകത്ത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർക്കും, എത്രത്തോളം ചേർക്കണം, സംഭവം നമുക്കത് കാലത്തെ എടുത്ത് അല്ലെങ്കിൽ നമുക്ക് സമയമുള്ളപ്പോൾ എടുത്ത് ഓരോന്നും വറുത്ത് എല്ലാത്തിൻ്റെയും വറക്കുന്ന അതിൻ്റെ ആ മൂക്കുന്നത് വ്യത്യസ്തമാണ്. അപ്പം അതുകൊണ്ട് ഓരോന്നായിട്ട് നമുക്ക് വറുത്തെടുത്ത് ഒന്ന് ബ്രൗൺ നിറമാകുന്നവരെയൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് അത് പൊടിച്ച് അത് ചട്നി പൗഡർ ആക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ചെയ്തെടുത്ത്, പക്ഷെ ഒരു കാര്യം, ഇത് നമ്മൾ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കി വെച്ചാൽ കുറേ നാൾ ഉപയോഗിക്കാൻ പറ്റും. ഞാൻ സാധാരണ അങ്ങനെ വല്ലപ്പോഴും ഞാൻ ഉണ്ടാക്കാറുണ്ട്, നിത്യവും അങ്ങനെ ഉണ്ടാക്കാറില്ല. പക്ഷേ സാധാരണ എല്ലാ മാസവും സാധനങ്ങൾ മേടിക്കുമ്പോൾ ആ കൂട്ടത്തിൽ പാലക്കാടൻ ചട്നി പൗഡറും അല്ലാത്ത ചട്നി പൗഡർ, വേറെ ഒരു ചട്നി, സാധാ ചട്നി പൗഡറും അങ്ങനെയൊക്കെ മേടിക്കാറുണ്ട്. പക്ഷേ ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ വീട്ടിൽ. അപ്പം ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കി സൂക്ഷിച്ചൊരു കുപ്പിയിലിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ അത് എത്ര നാൾ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, നമ്മളുടെ പുറത്ത് തന്നെ കിച്ചണിൽ വെച്ചാൽ മതി. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് അങ്ങനെ ചീത്തയായി പോകുന്ന പ്രശ്നമൊന്നും വരില്ല. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെ കൂടി കാണിച്ചു തരാം. എൻ്റെ വീഡിയോയിലേക്ക് പോകാം, വരൂ. ഈ ചട്നി പൗഡർ ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഇത് കടലപ്പരിപ്പ്, പിന്നെ എടുത്തിരിക്കുന്നത് അരി, നമ്മൾ ചോറൊക്കെ വയ്ക്കുന്ന ആ അരി, ചുമന്ന അരി. കുറച്ച് മുളക്, ഇത് എരിവുള്ള മുളകാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇത് തുവരപ്പരിപ്പ്, സാമ്പാറിനൊക്കെ എടുക്കുന്ന പരിപ്പ്. ഇത് ഉഴുന്ന്, നമ്മൾ ദോശയ്ക്ക് ഇഡലിക്കൊക്കെ എടുക്കുന്ന ഉഴുന്ന്. പിന്നെ എടുത്തിരിക്കുന്നത് കായം. ഇനി നമുക്ക് ഒരു വലിയ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇതൊരു സ്റ്റീലിൻ്റെ ചീനച്ചട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ചൂടായി കഴിയുമ്പോൾ ഉഴുന്നിട്ട് കൊടുത്തു. ഇത് നമുക്ക് ഓരോന്നായിട്ട് നമ്മൾ പലതിൻ്റെയും മൂപ്പ് പലതാണ്, അപ്പോൾ അതുകൊണ്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് വറുത്ത് മാറ്റണം. അതായത് ഉഴുന്ന് ഇട്ട് കഴിഞ്ഞ് നല്ലതുപോലെ ഇളക്കണം, നമ്മൾ കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അടിയിൽ കരിഞ്ഞു പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊരു ലൈറ്റ് ബ്രൗൺ കളറാവുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ, ഉഴുന്ന് മൂത്ത് കഴിയുമ്പോൾ ഉള്ള ആ ഒരു സ്മെല്ല്. ആ സമയത്ത് നമ്മളിത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക്, സ്റ്റൗ ഓഫ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അടുത്ത് വീണ്ടും വയ്ക്കാനുള്ളതാണ്, വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. അടുത്തായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കടലപ്പരിപ്പാണ്. ഇതും ഇതുപോലെ തന്നെ നമ്മൾ ഇട്ട് കൊടുത്തു, എന്നിട്ട് നല്ലതുപോലെ കൈവിടാതെ ഇളക്കി കൊടുത്തു. ഇത് ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ ഓഫ് ചെയ്തില്ലെങ്കിലും ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മാറ്റിയാൽ മതി. അടുത്തായിട്ട് നമ്മളിത് തുവരപ്പരിപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. സാമ്പാർ വയ്ക്കുമ്പോൾ എടുക്കുന്നില്ലേ ആ പരിപ്പ്, അത് ഇതുപോലെ തന്നെ ഇളക്കി കൊടുത്തു. ഇതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് സ്റ്റൗ കുറച്ച് വെച്ചിട്ട് ഇത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. കൈവിടാതെ ഇളക്കണം, അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ഇനി നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ അരി. ഇത് ഒരു 1/4 കപ്പ് തൊട്ട് 1/2 കപ്പ് വരെ ആവാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് എടുത്തിട്ടുള്ളൂ. ഇത് നമ്മൾ വയ്ക്കുന്ന അരിയില്ലേ, ചോറ് വയ്ക്കുന്ന അരിയാണ്. ഇതുപോലെ തന്നെ ഇളക്കി ഇതൊന്ന് പൊട്ടി വരും, അതാണ് അതിൻ്റെ പാകം. നല്ലതുപോലെ ഒരു സൗണ്ടൊക്കെ കേൾക്കും. ആ ഒരു പാകത്തിൽ വരുമ്പോൾ
ഇത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് മാറ്റാം, അല്ലെങ്കിൽ കുറച്ച് വെച്ചിട്ട് മാറ്റാം. എല്ലാ ഇതിനും നമുക്ക് ഓരോന്നും വറുത്തെടുക്കുമ്പോൾ നമ്മളൊരു മീഡിയം ഫ്ലെയിമിലേ വയ്ക്കാൻ പാടുള്ളൂ. ഹൈ ഫ്ലെയിമിലേക്ക് പോകരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞ് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അരി നല്ലതുപോലെ മൂത്തിട്ട് പൊട്ടുന്ന ഒരു സൗണ്ട് നമുക്ക് കേൾക്കാം. ഇനിയും മതിയാവും. ഈ സമയത്ത് നമ്മൾ ഇത് മാറ്റാം. ഞാൻ ഓരോന്നും വറുത്തൊരു വലിയ പ്ലേറ്റിലേക്കാണ് മാറ്റുന്നത്, സ്റ്റീൽ പ്ലേറ്റിലേക്കാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടെ കിടന്ന് തന്നെ അതിൻ്റെ ചൂടൊന്നും ആറിക്കോളും. നമുക്കിത് ചൂടാറിക്കഴിഞ്ഞിട്ടേ പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ. മിക്സിയുടെ വലിയ ജാർ ഉപയോഗിച്ച് നമുക്ക് പൊടിച്ചെടുക്കാം. ഇനി നമ്മുടെ മുളക്, അതായത് എരിവുള്ള മുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു 12 എണ്ണമൊക്കെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ എരിവ് ഓരോരുത്തരുടെയൊക്കെ ഇഷ്ടാനുസരണം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. എന്നിട്ട് ആ ചൂടായ, ഇത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി, ചൂടായ ചീനച്ചട്ടിയിൽ ഇട്ടാലും മതി. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി എടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് ആ ചീനച്ചട്ടിയിൽ തന്നെ, എന്ന് വെച്ചാൽ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ട് അതിലേക്ക് തന്നെ കുറച്ച് കായവും ഇട്ട് ഒന്ന് ഇതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. പിന്നെ കറിവേപ്പില ഞാനതുപോലെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഒന്ന് വഴറ്റിയെടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചട്നി പൗഡറിന് വേണ്ട എല്ലാ സാധനങ്ങളും ചൂടാക്കി ഫ്രൈ ചെയ്ത് റോസ്റ്റ് ചെയ്തൊക്കെ എടുത്തു. ഇനിയും നമുക്ക് ഇത് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുക്കാനായിട്ട് ഞാൻ മിക്സിയുടെ വലിയ ജാറാണ് എടുക്കുന്നത്. അതിലേക്ക് 2 ബാച്ചായിട്ടാണ് ഞാനിത് പൊടിച്ചെടുത്തിരിക്കുന്നത്. അത് കുറച്ച് ആദ്യം ഇട്ടു. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാനുള്ള ഒരു സാധനമുണ്ട്. ഉപ്പ് നമ്മൾ ഇതുവരെ ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്നുകിൽ ഫസ്റ്റ് ബാച്ചിൻ്റെ കൂടെ ഇട്ട് ഉപ്പും കൂടി ഇട്ട് പൊടിച്ചെടുക്കാം, അല്ലെങ്കിൽ സെക്കൻഡ് ബാച്ചിൻ്റെ കൂടെ ഇട്ട് പൊടിച്ചെടുത്താലും മതി. എന്നിട്ട് നല്ലതുപോലെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്താലും മതി. ഞാനിവിടെ ഫസ്റ്റ് ബാച്ച് പൊടിച്ച് നല്ലതുപോലെ പൊടിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് പൾസ് ചെയ്തെടുത്തു. കണ്ടോ, ഉപ്പ് ആവശ്യത്തിന്. ഇത് ഉപ്പൊക്കെ ഓരോരുത്തരുടെ ആവശ്യാനുസരണം ചേർക്കാം കേട്ടോ. അത് കഴിഞ്ഞ് ഇത് സെക്കൻഡ് ബാച്ച് ഇട്ടപ്പോൾ തന്നെ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തു. എന്നിട്ടാണ് പൊടിച്ചെടുത്തത്. നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ ഭയങ്കര സ്മൂത്തായിട്ടുള്ള പൊടിയാകരുത്, കുറച്ച് തരിതരിപ്പായിട്ട് വേണം പൊടിച്ചെടുക്കാൻ. ചെറിയൊരു തരി ഉണ്ടാവണം, എങ്കിലാണ് ഈ ചട്നി പൗഡർ നല്ലത്, അങ്ങനെ കഴിക്കാനാണ് നല്ലത്. അപ്പോൾ അതെ, ഇവിടെ ഫുള്ളും പൊടിച്ച് റെഡിയാക്കി എടുത്തു. ഞാനിവിടെ ചട്നി പൗഡർ സ്റ്റോർ ചെയ്യാനായിട്ടൊരു കുപ്പി എടുത്തിരിക്കുന്നത്. ഇത് നല്ലതുപോലെ കഴുകി ഉണക്കിയെടുത്ത കുപ്പിയാണ്, വെയിലത്ത് വെച്ച്. ഇതിൽ വെച്ച് ഇട്ട് വെച്ചാൽ മതി. ഫ്രിഡ്ജിലൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല, ചീത്തയാവില്ല. ഞാനുണ്ടാക്കിയ ഇഡലിപ്പൊടി, ദോശപ്പൊടി കണ്ടല്ലോ, ചട്നി പൗഡർ. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്ക്, ഷെയർ ചെയ്തേക്ക്, കമൻറ്റ് ചെയ്തേക്ക്. പിന്നെ ആദ്യം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണണം. ഞാൻ വീണ്ടും നിങ്ങളെ ഒന്ന് റിമൈൻഡ് ചെയ്യുകയാണ്. അടുത്തൊരു വീഡിയോയിൽ നമുക്കുടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.